ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ അടിപൊളി ഒരു ഇഫ്താർ സ്നാക്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് ചായക്കൊപ്പവും ഇഫ്താർ ടൈമിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബനാന കട്ലറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയി നോക്കാം. നമ്മളുടെ ഈ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് 4 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുക്കുന്നത്. ഈ ഒരു പഴുപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പഴുത്തു പോകാതെയും അതുപോലെ തന്നെ ഒട്ടും പഴുപ്പില്ലാതെയുള്ള ടൈപ്പ് എടുക്കാതെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ പീസസ് ആക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് നെയ്ക്കകത്ത് പെട്ടെന്ന് വയറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങയാണ്. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ ആ നെയ്യും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കിസ്മിസും കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള കാഷ്യൂസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇതിനിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ വലിയ കാഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഇതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പം എന്താണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ കുറച്ച് വൈകിയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കിസ്മിസിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അത് പ്രശ്നമില്ല, കരിഞ്ഞൊന്നും പോയിട്ടില്ല, ചെറിയൊരു കളർ ചേഞ്ച് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പൊ ഇത് വറുത്ത് വരുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിനൊപ്പം തന്നെ ഇത് നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ നെയ്യിലൊന്ന് വറുത്ത് കോരി എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. നമ്മൾ നേരിട്ട് കോക്കനട്ട് ചേർക്കുന്നതിലും ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് എന്താണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി വെക്കണം. തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂസും കിസ്മിസും നമ്മുടെ പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി വെക്കണം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേനും നമ്മുടെ ഈ കോക്കനട്ടിന്റെ നിറമൊക്കെ ഒന്ന് മാറി അതിന്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറി വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മളത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോഴത്തേനും നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിലും ചെയ്യാം. നമ്മളിപ്പം നെയ്യിൽ വഴറ്റിയെടുക്കുന്നതിന് പകരം നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വെച്ച് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി, നമ്മൾ നെയ്യിൽ നേരത്തെ വറുത്ത് കോരിയില്ലേ തേങ്ങ, അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. ഞാനെപ്പോഴും ചെയ്യുന്നത്, ഞാൻ ഒരു തവണ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ നെയ്യിൽ വഴറ്റിയെടുത്തതിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് നെയ്യ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ആ ഒരു രീതിയിൽ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ആ ഒരു രീതിയിൽ പുഴുങ്ങി ഉടച്ചെടുത്തതിന് ശേഷം തേങ്ങയോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യിൽ നല്ലതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ അത് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറെ ടൈം ഇത് ഉടച്ചു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് കുഴഞ്ഞു വരും കേട്ടോ. അപ്പൊ നമുക്ക് കൈ കൊണ്ട് ഒരുപാടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് നല്ല വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു മിക്സും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ ഈ സ്പാച്ചില കൊണ്ട് ഇളക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒന്ന് കുഴഞ്ഞു വരും. പിന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരുപാട് ടൈം ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം സെറ്റ് ആയി എന്ന് തോന്നുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി പുറത്ത് വെച്ചിട്ട് ബാക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്നാക്കിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഏത്തപ്പഴവും അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് വറുത്ത് കോരിയെടുക്കുന്ന ടൈം മതി ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് ചൂടാകുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതിന്റെ ഇതുപോലെ ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാന്നുണ്ട് ഇതുപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഒരുപാട് മിക്സ് ചെയ്ത് കുഴക്കൊന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ ജസ്റ്റ്, കാരണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിരിക്കുവാണ്. അപ്പൊ ഇതിലൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും. ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാൻ ചൂടാറുന്ന ആ ഒരു ടൈം മതി കേട്ടോ. നല്ല ആറാനൊന്നും നിൽക്കേണ്ട. അങ്ങനെ നല്ല രീതിയിൽ ആറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടാറുമ്പോൾ തന്നെ ഇത് ഷേപ്പാക്കി നമ്മുടെ കയ്യിൽ വെച്ച് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ നെയ്യ് പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കയ്യിൽ വെച്ച്
കട്ട്ലറ്റിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി ഇതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരുപാട് വലിയ സൈസ് അല്ലായിട്ട് എടുക്കുന്നത്, ചെറിയ സൈസിലുള്ള കട്ട്ലറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമുക്കിത് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് വലിയ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഇതങ്ങോട്ട് കഴിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടാണ് ചെറിയ കട്ട്ലറ്റിന്റെ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. അപ്പം ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ ഒരുപാട് തിക്കായിട്ടും നമുക്ക് വേണ്ട, കുറച്ച് ലൂസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു മൈദാമാവിന്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈദാമാവും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 4 ബ്രെഡാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്കതൊന്ന് കുറച്ച് പീസസ് ആക്കി ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇപ്പൊ ഇതുപോലെ ഞാൻ ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ടൊരു കുറച്ച് വെറ്റ് ആയിട്ടുള്ള ടൈപ്പായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ഇത് ബട്ടർ ബ്രെഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടറിന്റെ അംശം കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രെഡാണോ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ ബ്രെഡ് ആയിരുന്നു എൻ്റെ അടുത്ത് ഉള്ളത്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത്രയും ഇതായിട്ട് തോന്നൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നും നമുക്ക് നമ്മുടെ മൈദമാവിന്റെ ആ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറന്നു വേണ്ട. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നുപോലെ. കാരണം അത്രയ്ക്കും നല്ല റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബനാന കട്ട്ലറ്റിന്റെ റെസിപ്പി. നമ്മൾ ബനാന കൊണ്ട് ഒരുപാട് റെസിപ്പികൾ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ടെങ്കിലും ബനാന കട്ട്ലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ഇഫ്താറിനും ഞാൻ മിക്ക ടൈപ്പിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ബനാന കട്ട്ലറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാ കട്ട്ലറ്റ്സും ഇതുപോലെ മൈദമാവിന്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു 3 കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ബ്രെഡ് ക്രംസ് അറിയാലോ, പെട്ടെന്ന് തന്നെ അത് നമുക്ക് കളറൊക്കെ ചേഞ്ച് ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ ഈ ബ്രെഡ് ക്രംസ് കുറച്ചൊക്കെ ഇളകിയിട്ട് നമ്മുടെ എണ്ണയിൽ അങ്ങ് കിടന്ന് കരിഞ്ഞൊരു ടൈപ്പിലേക്ക് ആകും. അത് സാരമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് നമ്മൾ എത്ര കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്ന് കുറച്ച് എണ്ണയിൽ പോവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളർ ചേഞ്ച് ആവുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പക്ഷെ ഇത് റെഡി ആയിട്ടില്ല. ഈ ഒരു കളർ ആവുമ്പോഴാണ് നമുക്ക് 2 സൈഡിലും ഈ ഒരു കളർ ആവുമ്പോഴാണ് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനടിയിൽ കാണുന്ന പൊടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ആണ്. ഇതുപോലെ നമ്മൾ താണ്ടെ ബാക്കിയുള്ളതും കൂടി ഇട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. നമുക്ക് ഇത് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം 3 കോട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യം അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മളെല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ ബനാന കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ ഒരുപാട് ടൈമും ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ.